ADGP MR അജിത് കുമാറിനെതിരെയുള്ള ഭരണപക്ഷ MLA PV അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വീണ്ടും ചർച്ചയായി കോഴിക്കോട്ടെ മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസ്. കേസ് അന്വേഷണം പോലീസ് അട്ടിമറിച്ചതാണെന്നും ഇതിന് പിന്നിലും MR അജിത് കുമാറിന്റെ ഇടപെടൽ ഉണ്ടെന്നുമുള്ള ആരോപണം ശക്തമാവുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെയുള്ള PV അൻവറിന്റെ വെളിപ്പെടുത്തലിനു പിന്നാലെയാണ് തിരോധാന കേസ് വീണ്ടും ചർച്ചയാകുന്നത്. കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായിട്ട് 1 വർഷം പിന്നിട്ട് കഴിഞ്ഞു. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് മാമി തിരോധാന ആക്ഷൻ കൗൺസിലും കുടുംബവും ആവശ്യപ്പെടുന്നത്. നമുക്കത് ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം നമ്മൾ ഉപ്പ തിരിച്ചു വരുന്നുള്ള ഹോപ്പിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ സ്റ്റേഷനിൽ പോയപ്പം അവിടുന്ന് പോലീസ് നമ്മളോട് പറഞ്ഞിരുന്നു, അതായത് ഒരു 99% ഉപ്പ ജീവിച്ചിരിപ്പില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിരുന്നു. പക്ഷേ അവർ നമുക്കൊരു തെളിവുകൾ അവർ നമുക്ക് തന്നിട്ടില്ല. അപ്പം MLA സാർ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അതൊന്നും കൂടി സംശയമാവുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കണക്ഷൻ ഇതിൽ ഉണ്ടാവുമെന്നുള്ളത് നമ്മൾ സംശയിക്കുന്നുണ്ട്. കേരള പോലീസ് എഫിഷ്യൻ്റായിട്ട് കുറേ കേസുകളൊക്കെ തെളിയിച്ചു നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഉപ്പയുടെ കേസിൽ അത് അവർക്ക് പറ്റുന്നില്ല. 1 കൊല്ലമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ചത്. എന്നാൽ 10 മാസം കഴിഞ്ഞപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ചുമതലയിൽ നിന്ന് കമ്മീഷണറെ മാറ്റി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പിന്നീട് അന്വേഷണം. ADGP MR അജിത് കുമാറാണ് ഇതിന് പിന്നിലെന്ന വിമർശനമാണ് വീണ്ടും സജീവമാകുന്നത്. കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ ശ്രമം നടന്നുവെന്നും മാമിയുടെ സുഹൃത്തുക്കളും റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖരുമായ ചിലരെ സംശയമുണ്ടെന്നും കുടുംബവും സമരസമിതിയും ആരോപിച്ചിരുന്നു. പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, കോഴിക്കോട്.